യൂണി- യൂണിറ്റി എന്നുള്ള വാക്കിന് വ്യക്തിപരമായിട്ട് നമുക്ക് വ്യക്തിഗത സാധനയുടെ ഭാഗമായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. ചിന്ത, വാക്ക്, പ്രവൃത്തി. ഞാൻ സംസാരിക്കുന്നത്, ഞാനിപ്പോ ലക്ഷ്മണനോട് സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിലുള്ളത് തന്നെയാണോ ഞാൻ ലക്ഷ്മണനോട് സംസാരിക്കുന്നത്? ചിന്തയിൽ വേറെയും സംസാരിക്കുന്നത് വേറെയാണ്. ഞാനൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെയാണോ ഞാൻ ചെയ്യുന്നത്? ചിന്ത, വാക്ക്, പ്രവൃത്തി തമ്മിലുള്ള ഏകീകരണമാണ് യൂണിറ്റി എന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ചിന്തിക്കുന്ന പോലെ പറയാനും പറയുന്ന പോലെ പ്രവർത്തിക്കാനുള്ള കഴിവ് മഹാത്മനം. മനസ്സേകം വചസ്സേകം കർമ്മനേകം മഹാത്മന എന്ന് പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ദുരാത്മന. ഈ ഉദാഹരണം ശ്രദ്ധിക്കുക. ഒരു കുട്ടി പട്ടം പറപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കഥയാണ്. പട്ടം പറപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരാൾ ഈ കുട്ടിയോട് ചോദിക്കുകയാണ്. കഥയാണ്. ആരാണ് പട്ടം പറപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, ഞാനാണ് പറപ്പിക്കുന്നത്. ഉടനെ ആ ചരട് പറഞ്ഞു, അല്ല, ഞാനാണ് പറപ്പിക്കുന്നത്. കാറ്റ് പറഞ്ഞു, അല്ല, ഞാനാണ് പറപ്പിക്കുന്നത്. സ്വാമി പറയുന്നു, നമ്മൾ പറയണത്രേ, ഞാനാണെന്ന് പറയുന്നതിന് പകരം നമ്മളാണിത് പറപ്പിക്കുന്നത്. ആ കുട്ടിയും കാറ്റും ചരടും എല്ലാം കൂടിയപ്പോഴാണ് പട്ടം പറക്കുന്നത്. യൂണിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റിന്റെ വേറൊരർത്ഥം ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു. ചിന്ത, വാക്ക്, പ്രവൃത്തി തമ്മിലുള്ള ഏകീകരണമാണ് ഒന്ന്. രണ്ട്, ഈ പട്ടം പറപ്പിക്കുമ്പോൾ, സത്യസായി സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ ഞാനാണ് ചെയ്തതെന്ന് പറയുന്നതിന് പകരം നമ്മളാണ് ചെയ്തത്, നമ്മളെല്ലാവരും കൂടിയാണ് ചെയ്യുന്നത്, നമ്മളെല്ലാവരും കൂടിയാണ് പട്ടം പറപ്പിക്കുന്നത് എന്ന് കഥയിൽ പറഞ്ഞതുപോലെ. സ്വാമിയുള്ള വിശ്വാസം നമ്മളിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുക എന്ന് സ്വാമി പറഞ്ഞു തരുന്നുണ്ട്. നിന്റെ ശക്തികളെ ഞാൻ ശക്തിപ്പെടുത്തും, നിന്റെ കഴിവുകളെ ഞാൻ ശക്തിപ്പെടുത്തും. നമുക്ക് ആലോചിച്ച് നോക്കും, നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് മനസ്സിലാവും സ്വാമിയാണ് ചെയ്യണേന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് സ്വാമി പറഞ്ഞത്, നിനക്ക് പാടാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ നന്നായിട്ട് പഠിപ്പിക്കാം. ചിത്രം വരയ്ക്കാൻ കഴിവുള്ള ഒരാളാണോ, നിനക്ക് സ്വാമിയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് കൂടുതൽ നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ പറ്റും. നിന്റെ കഴിവുകളെ ഞാൻ ശക്തിപ്പെടുത്തും. രണ്ട്, നിന്റെ കഴിവ് കേടുകളെ, വീക്ക്നെസ്സുകളെ ഞാൻ കൂടുതൽ വീക്കാക്കുക. അതായത് എൻ്റെ കഴിവില്ലായ്മയൊക്കെ സ്വാമി ശക്തിപ്പെടുത്തി കഴിവില്ലായ്മ ഇല്ലാതെയാക്കും. സ്ട്രെങ്തൻ യുവർ സ്ട്രെങ്ത്, വീക്കൻ യുവർ വീക്ക്നെസ്സസ്. നമ്മുടെ കഴിവുകളുടെ ശക്തി കുറയ്ക്കും. ഭഗവാൻ പറയുന്നു, ഇതാണത്രേ സ്വാമിയിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളിൽ ഉണ്ടാവുന്ന മാറ്റവും ഇത് തന്നെയാണ്. ഭഗവാൻ എപ്പോഴും നമുക്ക് പറഞ്ഞു തരാറുണ്ട്, നമ്മുടെ കമ്പനി നന്നായിരിക്കണം. ഈ ഉദാഹരണം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നല്ല വീതിയുള്ള ബെഡ്, വില കൂടിയ ബെഡ്, കോസ്റ്റ്ലി ബെഡ്. ആ ബെഡിലേക്ക് കയറാൻ എളുപ്പമാണ്, ചാടി കയറാം. പക്ഷേ ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. ഇറങ്ങാൻ പലതവണ നമ്മൾ പിടിച്ചിട്ടൊക്കെ വേണ്ടി, കാരണം അത്രയും വലിയ കുഷനും അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ. ഇതുപോലെയാണ് അത്ര ചീത്ത കാര്യങ്ങൾ ഇതുപോലെയാണ്. ചീത്ത കാര്യങ്ങളിലേക്ക് കയറിപ്പറ്റാൻ വളരെ എളുപ്പമാണ്. കയറിപ്പറ്റിയാലോ രക്ഷപ്പെടാൻ ഭയങ്കര പ്രയാസമാണ്. ഭഗവാൻ നെഗറ്റീവ് കാര്യങ്ങളെ ഒഴിവാക്കേണ്ട ആവശ്യം പറഞ്ഞു തരാണ്. അതിലേക്ക് കയറിപ്പറ്റാൻ, കുടിക്കുക എന്നുള്ള സ്വഭാവം. ചില ആൾക്കാർ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയാണ് മദ്യപാനം ചെയ്യുക മറ്റുള്ളവരുടെ കൂടെ, പിന്നെ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. പുകവലിക്കുക എന്നുള്ള സ്വഭാവം ഫ്രണ്ട്സിന്റെ കൂടെ ചെയ്യും, പിന്നെ രക്ഷപ്പെടാൻ പ്രയാസമാണ്. ചീത്ത കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ് അത്രേ. കയറി പറ്റാൻ എളുപ്പമാണ്, തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷെ രക്ഷപ്പെടാൻ, അവിടുന്ന് മാറിപ്പോരാനായിട്ട് പ്രയാസവുമാണത്രേ. എന്താണ് സ്വാമിക്ക് കൊടുക്കേണ്ടത്? എന്തായാലും 100ാമത്തെ തിരുനാളൊക്കെ വരാൻ പോവല്ലേ. ഒരു ദിവസം ഭഗവാൻ കസ്തൂരിയുടെ, പണ്ട് കുറച്ച് വീടുകൾ 10-30 വീടുകൾ മാത്രം,
ഇപ്പൊ കസ്തൂരിയുടെ വീട്ടിൽ ഭഗവാൻ വന്നപ്പോ എല്ലാ വീടുകളിലും സ്വാമി കാലത്ത് ദർശനം ഭജന കഴിഞ്ഞാൽ പോകും. കസ്തൂരിയുടെ വീട്ടിൽ വന്നപ്പോൾ സ്വാമിയുടെ ഫോട്ടോന്റെ രണ്ട് വശത്തും നമ്മൾ സാധാരണ തേങ്ങ ഉടച്ചിട്ട് ഈശ്വരന്മാരുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കില്ലേ, തേങ്ങ ഉടച്ചിട്ട് ഗണപതിയുടെ ഫ്രണ്ടിലൊക്കെ, അതുപോലെ ഒരു തേങ്ങ രണ്ടാക്കി പൊട്ടിച്ചിട്ട് സ്വാമിയുടെ ഫോട്ടോവിന്റെ രണ്ട് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇത് സ്വാമി കണ്ടപ്പോ കസ്തൂരിയോട് ചോദിച്ചു, കസ്തൂരി ഞാൻ എന്താ ആനയാണോ ഈ തേങ്ങ തിന്നാനായിട്ടാന്ന് ചോദിച്ചു, ഈ ചിരട്ടയുള്ള തേങ്ങ തിന്നാനായിട്ടാ, നീ എന്താ വിചാരിച്ച ഞാൻ ആനയാണോ എന്ന് ചോദിക്കുകയാണ്. ചിരിച്ചുകൊണ്ടാണ് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, കസ്തൂരി നീ ആ തേങ്ങ ഒന്ന് ചിരകി സ്ക്രേപ്പ് ചെയ്തിട്ട് ചിരകിയിട്ട് അതിന് കുറച്ച് പഞ്ചസാരയും കൂടി ഇടുകയാണെങ്കിൽ എനിക്ക് കഴിക്കാൻ സുഖാവും എന്ന് പറയാണ്. എനിക്ക് കഴിക്കാൻ സൗകര്യമാകും. ആനയെ പോലെ എനിക്ക് ചിരട്ടയോടുകൂടി തേങ്ങ എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഭഗവാൻ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിന്റെ ഹൃദയം ഹാർഡാണെങ്കിൽ, നിന്റെ ഹൃദയം ഈ ചിരട്ട പോലെ ഹാർഡാണെങ്കിൽ എനിക്കത് സ്വീകരിക്കാൻ പറ്റില്ല. ഹൃദയം തേങ്ങ ചിരണ്ടി കഴിഞ്ഞാൽ സോഫ്റ്റ് ആവും അല്ലേ? അത് സോഫ്റ്റായി കഴിഞ്ഞാൽ, നിന്റെ ഹൃദയം മൃദുലമായി കഴിഞ്ഞാൽ, അതിൽ സ്നേഹം എന്നുള്ള മാധുര്യം കൂടി ഉണ്ടെങ്കിൽ എനിക്കത് സ്വാദിഷ്ടമാകും, എനിക്കത് സ്വീകാര്യമാകും. ഭഗവാൻ ഒരു തേങ്ങയിലൂടെ, തേങ്ങയുടെ രണ്ട് കഷ്ണത്തിലൂടെ നമ്മുടെ ഹൃദയം മൃദുവാക്കേണ്ട കാര്യവും ഹൃദയം മധുരമാക്കേണ്ട കാര്യം, മധുരം എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നുള്ള പഞ്ചസാര ചേർത്തിട്ട് ഹൃദയം മധുരമാക്കേണ്ട കാര്യവും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കസ്തൂരിയിലൂടെ. ഒരിക്കൽ ഭഗവാൻ സ്വാമി അകത്തുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എവിടെ വെച്ചാൽ ഇവിടെ ഉണ്ടെന്ന് പറയും. നമ്മൾ ആലോചിക്കണം, സ്വാമി ഇവിടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? ഒരിക്കൽ ഭഗവാൻ 4-5 പേരെ ഭജനയെല്ലാം കഴിഞ്ഞ് സ്വാമിയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. സ്വാമിയുടെ മുറിയൊക്കെ ഇവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പൊ അതിലൊരാള് സ്വാമിയോട് ചോദിച്ചു, സ്വാമി ഇവിടെ ഒറ്റയ്ക്കാണോ? ഈ മുറിയിൽ ഭഗവാൻ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? സ്വാമി കൊടുത്ത മറുപടി അതിസുന്ദരവും ഗംഭീരവുമായിരുന്നു. സ്വാമി പറഞ്ഞു, ഞാൻ നിങ്ങളുടെയൊക്കെ ഉള്ളിലിരിക്കുമ്പോ എനിക്ക് എങ്ങനെയാണ് ഒറ്റയ്ക്കാവാൻ പറ്റുക? അത് വാക്കിന്റെ അർത്ഥം ഓർക്കണം. സ്വാമിയാണ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ എല്ലാം ഉള്ളിലിരിക്കുമ്പോ എനിക്ക് എങ്ങനെയാണ് ഐസൊലേറ്റഡ് ആവാൻ പറ്റുക? എനിക്ക് എങ്ങനെയാണ് ലോൺലി ആവാൻ പറ്റുക? എനിക്ക് എങ്ങനെയാണ് ഒറ്റയ്ക്കാവാൻ പറ്റുക? അപ്പൊ ഭഗവാൻ ഇവിടെയാണ് ഇരിക്കുന്നത് എന്ന് സ്വാമി നമ്മളെ ഒരിക്കൽ കൂടെ ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, 50കളിൽ 60കളിൽ 70ന്റെ തുടക്കത്തിലൊക്കെ സ്വാമി ധാരാളം യാത്ര ചെയ്യാറുണ്ട്. സ്വാമി കാർ എടുക്കും, സ്വാമി ഡ്രൈവ് ചെയ്യാറുണ്ടെന്ന് അറിയുന്നു, വിശ്വസിക്കുന്നു. സ്വാമി കാർ എടുത്ത് ഡ്രൈവർ ഉണ്ടാവും. സ്വാമി ഇങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗത്തേക്ക്, കണ്ണൂര്, കോഴിക്കോട്, ഇവിടെയൊക്കെ സ്വാമി ഇങ്ങനെ പാസ് ചെയ്ത് പോകാറുണ്ട്. ഇപ്പൊ പുട്ടപർത്തിയിലാകെ ഒരു 10-100 പേര് പോലും ഇല്ല സ്ഥിരമായിട്ട്. സ്വാമി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വണ്ടിയിൽ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോ ഒരു ഭക്തൻ സ്വാമിയോട് പറഞ്ഞു, സ്വാമി ഇങ്ങനെ പോവരുതെന്ന് പറഞ്ഞു. സ്വാമി വെച്ചു, എന്താ പോവരുതെന്ന് പറയേണ്ടത്? സ്വാമി പോയാൽ ഞങ്ങൾക്ക് ബോറടിക്കണം. ഇവിടെ ആകെ ബോറടിക്കുക സ്വാമി പോയി കഴിഞ്ഞാൽ. ഇപ്പൊ സ്വാമി എന്താ ചെയ്യാ? ലോകത്തിന്റെ കാര്യം മുഴുവൻ എനിക്ക് നോക്കണ്ടേ? അപ്പൊ എങ്ങനെയാ പോവാതിരിക്കുക? ഭഗവാൻ ഒരു ഉറപ്പ് കൊടുത്തു. കുറച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കണം ഉറപ്പ്, കുറച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഇവിടെ വരും, ലോകം മുഴുവൻ പ്രശാന്തിയിലത്തിൽ വരും. പിന്നെ ഞാൻ യാത്രയിൽ നമുക്കറിയാം, പിന്നെ ഭഗവാന്റെ യാത്ര വൈറ്റ്ഫീൽഡ്, കൊടൈക്കനാല്, ഊട്ടി, മെയിനായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചുറ്റിപ്പറ്റി മാത്രമായിരുന്നു. കാരണം ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാര് സ്വാമി എവിടെയായാലും വരാൻ തുടങ്ങി. അവിടെയാണ് ഭഗവാൻ പറഞ്ഞത്, കുറച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ എൻ്റെ അടുത്തേക്ക് വരും. ആ സമയത്ത് ഞാൻ യാത്ര ചെയ്യൽ കുറയ്ക്കും, ഇല്ലാതാക്കും എന്ന് ഭഗവാൻ പറയാനുള്ള കാരണവും അത് തന്നെ. എങ്ങനെയാണ് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുക? ചില ആൾക്കാർ പറയും, സ്വാമി ഈ ഫോട്ടോ വിഭൂതി വന്നാൽ ഞാൻ സ്വാമിയെ വിശ്വസിക്കാം, എനിക്കൊരു അത്ഭുതം കാണാൻ പറ്റിയാൽ ഞാൻ പലരും അങ്ങനെ സ്വാമിയുടെ അടുത്ത് വരാറുണ്ട്, അത്ഭുതം കാണിച്ചാൽ ഞാൻ വിശ്വസിക്കാം. ഇതിന് മറുപടി സ്വാമി പ്രൊഫസർ കസ്തൂരിയോട് പറയുന്നുണ്ട്. പ്രൊഫസർ കസ്തൂരിയോട് സ്വാമി പറയാണ്, കസ്തൂരി, ആദ്യം സാധന
സാധന കഴിഞ്ഞിട്ടാണ് സങ്കല്പം വരുന്നത്. ആദ്യം പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടാണ് മാർക്ക് കിട്ടുക. പരീക്ഷ എഴുതുന്നതിന് മുമ്പല്ല മാർക്ക് കിട്ടുക. പരീക്ഷ എഴുതി കഴിയുമ്പോഴാണ് മാർക്ക് കിട്ടുക. പരീക്ഷ എഴുതാത്തവർക്ക് മാർക്ക് കിട്ടൂല. ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, കസ്തൂരി, ആദ്യം സാധന, ആദ്യം പ്രയത്നം, ആദ്യം എഫർട്ട്. എഫർട്ട് എത്രത്തോളം ഉണ്ടോ അത്രയും റിസൾട്ട് ഉണ്ടാവും. എത്രത്തോളം നന്നായിട്ട് കുട്ടി എക്സാം എഴുതുന്നുണ്ടോ ആ കുട്ടിക്ക് അത്രത്തോളം മാർക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് സ്വാമി പറഞ്ഞത്, കസ്തൂരി, ആദ്യം സാധന, അതിന്റെ റിസൾട്ട് പിന്നാലെയാണ് വരുന്നത്, സങ്കല്പ പിന്നാലെയാണ് എന്ന് പറയാനുള്ള കാരണവും. ഭഗവാൻ അത് വിശദമാക്കി കൊടുക്കുന്നുണ്ട്. സ്വാമി പറയാണ്, റിസൾട്ട് നിന്റെ പ്രയത്നം പോലെ ഇരിക്കും. നമുക്കറിയാം, നന്നായിട്ട് മാർക്ക് കിട്ടണ കുട്ടിക്ക് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ റിസൾട്ട് നിന്റെ പ്രയത്നം പോലെയായിരിക്കും എന്ന് സ്വാമി ഓർമ്മിപ്പിക്കുന്നുണ്ട്. വേറൊന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്, ഞാൻ ഈ ശനിമാറ് എന്നൊക്കെ പറഞ്ഞ അത്ഭുതം തോന്നുന്നു യൂട്യൂബ് ചാനലില് ഓരോ ജ്യോത്സ്യന്മാരുടെയും വീഡിയോ കാണുന്നത് ലക്ഷത്തിലധികം ആൾക്കാരാണ്. സ്വാമിയുടെ വീഡിയോ കാണുന്നവര് 1000 മാത്രമേ ഉണ്ടാവുള്ളൂ, 1000 10,000 ഒക്കെ ഉണ്ടാവുള്ളൂ. ഇത് മണിക്കൂറുകൾക്കകം ലക്ഷക്കണക്കിന് ആൾക്കാർ കാണും. കാണുന്നത് തെറ്റല്ല കേട്ടോ, അത് തെറ്റെന്നല്ല പറയുന്നത്. ഞാൻ പറയാൻ കാരണം, സ്വാമി ഇതിനെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് സ്വാമി പറയുന്നുണ്ട്. ഭഗവാൻ പറയാണ്, അമാവാസി സ്ഥിരമല്ല, കറുത്ത വാവ് സ്ഥിരമല്ല. കറുത്ത വാവ് കഴിഞ്ഞാൽ വെളുത്ത വാവ് ഉണ്ടാവും. സമ്മറ, ചൂടുകാലം, വേനൽക്കാലം സ്ഥിരമല്ല. ഇപ്പൊ നല്ല ചൂടുണ്ട്. ജൂൺ ആവുമ്പോഴേക്കും മഴ തുടങ്ങും. വേനൽക്കാലം സ്ഥിരമല്ല, മഴ വരും ജൂൺ ആവുമ്പോഴേക്കും. മഴക്കാലം സ്ഥിരമല്ല. ഓഗസ്റ്റ് ഒക്കെ ആവുമ്പോഴേക്കും മഴ മാറി, ഓണൊക്കെ ആവുമ്പോഴേക്കും മഴ മാറുന്നത് കാണാൻ സാധിക്കും നോർമലി, സാധാരണഗതിയില്. അതുകൊണ്ടാണ് സ്വാമി, ഒന്നും സ്ഥിരമല്ല. അമാവാസി സ്ഥിരമല്ല, കുറച്ചു കഴിഞ്ഞാൽ വെളുത്ത വാവ് വരും. വിന്റർ, മഞ്ഞുകാലം സ്ഥിരമല്ല, കുറച്ചു കഴിഞ്ഞാൽ സമ്മർ വരുന്നത് കാണാൻ സാധിക്കും. ഭഗവാൻ പറഞ്ഞു, ഓരോ കാലത്തിനും ചിലപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിന്റെ രീതി മാറ്റും. മഞ്ഞ് പെയ്യണ കാലാണെങ്കിൽ നിങ്ങൾ വുള്ളൻ ഡ്രസ് ഇടും. സമ്മർ ആണെങ്കിൽ നിങ്ങൾ കോട്ടൺ ഡ്രസ് ഇടും, ചൂട് കുറയാൻ വേണ്ടിയിട്ട്. ഭഗവാൻ പറഞ്ഞു, എല്ലാ കാലത്തിനും പറ്റിയ ഒരു ഡ്രസ് ഉണ്ട് അത്രേ. മഞ്ഞുകാലാണെങ്കിൽ വുള്ളൻ ഡ്രസ്, ചൂടുകാലാണെങ്കിൽ കോട്ടൺ ഡ്രസ്. സ്വാമി പറയണേ, എല്ലാ കാലത്തും ധരിക്കാൻ പറ്റുന്ന ഒരു ഡ്രസ് ഉണ്ട്, അത് മാത്രം മതി ഇത്ര എന്തെന്ന് രക്ഷപ്പെടാനായിട്ട്. ഭഗവാൻ പറഞ്ഞു, അതാണ് ഈശ്വരനാമം ജപിക്കല്. ഈശ്വരനാമം ജപിക്കുക എന്നുള്ള ഡ്രസ്സ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം. അതിന് നമ്മളിങ്ങനെ ഡ്രസ്സിന്റെ അകത്തല്ലേ നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ഈശ്വരനാമത്തിന്റെ അകത്താണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ഭഗവാൻ പറയാണ്, വേറൊന്നും ആവശ്യമില്ല, ഭഗവാൻ തന്നെ നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളുത്തേ. സ്വാമി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീയെ എന്നെ നിന്റെ ഉള്ളിൽ നട്ടു എന്ന് ചോദിക്കുന്നുണ്ട്. ഭഗവാന്റെ സന്ദേശങ്ങൾ ഇവിടെ നട്ടു, നമ്മുടെ ഉള്ളിലെ മനസ്സിലെ ഹൃദയത്തില്. നീ എന്നെ നിന്റെ ഉള്ളിൽ നട്ടുണ്ട്. ഭഗവാൻ പറഞ്ഞു, നീ നട്ട് കഴിഞ്ഞാൽ മാത്രം പോരാ, നനയ്ക്കുകൂടി വേണം. നനയ്ക്കണം, വളം ചേർക്കണം. എന്താർത്ഥം? സ്വാമിയുടെ സന്ദേശം മനസ്സിലാക്കിയാൽ മാത്രം പോരാ, സ്വാമിയുടെ സന്ദേശം ഉള്ളിലേക്ക് എടുത്താൽ മാത്രം പോരാ, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം, ജീവിതത്തിന്റെ ഭാഗമാക്കണം. അതുകൊണ്ടാണ് സ്വാമി ചോദിച്ചത്, നീ എന്നെ നിന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചോ എന്ന് ചോദിക്കാനുള്ള കാരണം അതാണ്. പിന്നെ വെള്ളം ചേർക്കണം എന്ന് പറഞ്ഞാൽ അത് അവിടെ സ്വാമി അവിടെ ഇരിക്കാനുള്ള കാര്യങ്ങളായിരിക്കണം പിന്നെ നമ്മൾ ചെയ്യേണ്ടത്. സാധാരണ ആളുകള് ജ്യോത്സ്യം അതുപോലെയുള്ള ആൾക്കാരുടെ അടുത്ത് പോയി ചോദിക്കും, നല്ല കാലാണോ ചീത്ത കാലാണോ എന്ന് ചോദിക്കാറുണ്ട്. ഭഗവാൻ പറയാണ്, കാലം നല്ലതുമല്ല ചീത്തയല്ല. ഇപ്പൊ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ സത്സംഗം ഞാൻ സംസാരിക്കുന്നു, സ്വാമി സംസാരിപ്പിക്കുന്നു, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ 3/4 മണിക്കൂർ 40-45 മിനിറ്റ് നമ്മൾ നമ്മുടെ സമയത്തിനെ നല്ല കാര്യത്തിന് വേണ്ടി സ്വാമിയുടെ കാര്യം കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇതേ 45 മിനിറ്റ് വേണമെങ്കിൽ നമുക്ക് ടി വി കാണുന്നത് മോശമല്ല. ഇതേ 45 മിനിറ്റ് വേണമെങ്കിൽ ടി വി കാണാൻ ഉപയോഗിക്കാം.
ഇതേ 45 മിനിറ്റ് നമുക്ക് വേറെ ആൾക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാൻ ഉപയോഗിക്കാം. സ്വാമി പറയാണ്, സമയം നല്ലത് ചീത്ത എന്നില്ല. നമ്മുടെ പ്രവൃത്തിയാണ് സമയത്തിനെ നന്നാക്കുന്നത്, നമ്മുടെ പ്രവൃത്തിയാണ് സമയത്തിനെ ചീത്തയാക്കുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ സമയം എപ്പോഴും നല്ലതാണ്. ചീത്ത കാര്യങ്ങൾ ചെയ്താലോ സമയം എപ്പോഴും മോശവുമാണ്. ഒരിക്കൽ ഭഗവാൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത ഒരു കാര്യം പറയുണ്ടായി. സ്വാമി പറഞ്ഞു, എല്ലാവർക്കും ഡിഫിക്കൽട്ടീസ് ഉണ്ട്, എല്ലാവർക്കും പ്രയാസങ്ങളുണ്ട്, പക്ഷെ എല്ലാവർക്കും സ്വാമിയുടെ അനുഗ്രഹം ഇല്ല അത്രേ. എല്ലാവർക്കും പ്രയാസങ്ങളുണ്ട്, എല്ലാവർക്കും സ്വാമിയുടെ അനുഗ്രഹം ഇല്ല. ഇതെങ്ങനെ മനസ്സിലാവുക? ഞാൻ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ 90 കുട്ടികൾ ഉണ്ടാവാറുണ്ട് എൻ്റെ ക്ലാസ്സിൽ, ചില ക്ലാസ്സിൽ. ഈ 90 കുട്ടികൾക്കും വ്യത്യസ്ത മാർക്കുകളായിരിക്കും. 90 കുട്ടികളിൽ 95% മാർക്ക് മേടിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു, 5% മാർക്ക് മേടിക്കുന്ന കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പൊ ഈ ക്ലാസ് ആണ് സ്വാമിയുടെ അനുഗ്രഹം. കോളേജിൽ ക്ലാസ് എടുക്കുന്ന പോലെയാണ് സ്വാമി നമുക്ക് അനുഗ്രഹം തരുന്നത്. ഈ അനുഗ്രഹം ക്ലാസ് എടുക്കുന്നത് കുട്ടികൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് പോലെ ഇരിക്കും അവരുടെ മാർക്ക്. എങ്ങനെയാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത് ഈ ക്ലാസ്സിനെ, അതുപോലെ ഇരിക്കും അവരുടെ മാർക്ക്. അതുപോലെ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഭഗവാൻ പറയാണ്, അത് ഉപയോഗിക്കുന്നത് പോലെ ഇരിക്കും അതിൻ്റെ ഫലം. മഴവെള്ളത്തിന്റെ ഉദാഹരണം നമ്മൾ എത്രയോ തവണ കേട്ടിട്ടുണ്ട്. പറഞ്ഞ് സ്വാമി പറയുന്നുണ്ട്, മഴ പെയ്യുമ്പോൾ പാത്രം നിവർത്തി, മഴ എല്ലാവർക്കും ഒരുപോലെയാണ്, ഒരു വ്യത്യാസവും. ഇപ്പൊ കാഞ്ഞങ്ങാട് അല്ലെങ്കിൽ കണ്ണൂർ മഴ പെയ്യണം, അഞ്ചരക്കണ്ടിയിൽ മഴ പെയ്യണം, എല്ലാം ഒരുപോലെയാണ്, എല്ലാ വീട്ടുകാർക്കും ഒരുപോലെയാണ്. പക്ഷെ ചില ആൾക്കാരെ പാത്രം നിവർത്തി വെക്കും, ചില ആൾക്കാരെ പാത്രം ചെരിച്ചു വെക്കും, ചില ആൾക്കാർ പാത്രം കമഴ്ത്തി വെക്കും. നിവർത്തി വെച്ചാൽ ചില പാത്രങ്ങളിൽ ദ്വാരം ഉണ്ടാവും. സ്വാമി പറയാണ്, മഴ ഒരുപോലെയാണെങ്കിലും എടുക്കുന്ന കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ഈശ്വരന്റെ അനുഗ്രഹം ഒരുപോലെയാണെങ്കിലും അത് ഉപയോഗിക്കുന്ന കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാവും. കുട്ടികൾക്ക് കിട്ടുന്ന ക്ലാസ് ഒരേപോലെയാണെങ്കിലും മാർക്കിൽ വ്യത്യാസം ഉണ്ടാവുന്നത് പോലെ ഭഗവാൻ പറയുന്നു, നിങ്ങളുടെ എഫേർട്ടിനാണ് കൂടുതൽ പ്രാധാന്യവും. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നമ്മുടെ ഭക്തി ശരിയായ ദിശയിലാണോ? സ്വാമി, ഞാൻ സാധാരണ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ഭഗവാൻ അനിഷ്ടമായിട്ടൊന്നും ചിന്തിക്കല്ലേ സ്വാമി, ഒന്നും പറയിപ്പിക്കരുത് സ്വാമി, ഒന്നും എന്നെ കൊണ്ട് പ്രവർത്തിപ്പിക്കരുത്. ഡെയിലി ഉള്ള ഒരു പ്രാർത്ഥന ഇതാണ്. ഭഗവാൻ അനിഷ്ടമായിട്ട് എൻ്റെ മനസ്സിലൊന്നും ഉണ്ടാവരുത്, ഭഗവാൻ അനിഷ്ടമായിട്ടൊരു വാക്ക് പോലും ഞാൻ പറയരുത്, ഭഗവാൻ അനിഷ്ടമായിട്ടൊരു പ്രവൃത്തി പോലും ഉണ്ടാവരുത്. പക്ഷെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു സംശയം ഉണ്ടാവും, നമ്മുടെ ഡിവോഷൻ കറക്റ്റ് ആണോ, നമ്മളുടെ ഭക്തി ശരിയായ ദിശയിലാണോ, നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം, സ്വാമിയിലേക്കുള്ള പ്രയാണം ശരിയായ രീതിയിലാണ്. ഒരു ഭക്തൻ സ്വാമിയോട് ചോദിച്ചു, സ്വാമി, എൻ്റെ ഭക്തി ശരിയായ ദിശയിലാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ഭക്തി ശരിയായ മാർഗത്തിലാണോ എന്ന് എനിക്കറിയില്ല. സ്വാമി പറഞ്ഞു, നീ 2-3 കാര്യങ്ങൾ നിനക്കുണ്ടോ നോക്കിയാൽ മതി. ഒന്നോ ഫെയ്ത്ത്, സ്വാമിയിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടോ നോക്കിയാൽ മതി, സ്വാമിയിൽ അചഞ്ചലമായ വിശ്വാസം. 2, ഹ്യൂമിലിറ്റി, നിനക്ക് വിനയമുണ്ടോ? എല്ലാം ചെയ്യുന്നത് എൻ്റെ ഭഗവാനാണ്, ഞാനൊരു നിമിത്തം മാത്രമാണ്, ഞാനൊരു ഉപകരണം മാത്രമാണ്, ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതെല്ലാം എൻ്റെ സ്വാമിയാണ്. ഹ്യൂമിലിറ്റി, വിനയം. ആഞ്ജനേയ സ്വാമി പോലെ ദാസാനുദാസോഹം, രാമന്റെ ദാസന്മാരുടെ ദാസനാണ് ഞാൻ. അപ്പൊ ഒരു ഭക്തി ശരിയാവണമെങ്കിൽ അതിൻ്റെ 3 ലക്ഷണങ്ങൾ ഇതാണ്. ഒന്ന്, ഭഗവാനിലുള്ള അചഞ്ചലമായ വിശ്വാസം. 2, ഹ്യൂമിലിറ്റി, വിനയം. അചഞ്ചലമായ വിശ്വാസവും വിനയവും. 3, ക്ഷമ. ശ്രീ ഭഗവാന്റെ സമാധിയുടെ അപ്പുറത്തിപ്പുറത്തും സ്വാമിയുടെ മഹാസമാധിക്ക് മുമ്പിൽ ലവോൾ സർവോൾ എന്ന് എഴുതി വെച്ചതുപോലെ ഷിഡിബാബയുടെ മഹാസമാധിയുടെ നമുക്ക് 2 വാക്കുകൾ കാണാം, വിശ്വാസവും ക്ഷമയും. സായി സച്ചരത്തിൽ വിശ്വാസവും ക്ഷമയും ഭഗവാൻ പലപ്പോഴും ബാബ പറയുന്നുണ്ട്. ഷിഡിബാബ പറയുന്ന വിശ്വാസവും ക്ഷമയും. സ്വാമി പറയാണ്, നമ്മുടെ ഡിവോഷൻ ശരിയാണോ എന്നറിയണമെങ്കിൽ 3 കാര്യങ്ങളുണ്ടോ നോക്കിയാൽ മതി. അചഞ്ചലമായ വിശ്വാസം,
വിനയ സ്വഭാവം, എളിമ, ഹ്യൂമിലിറ്റി, പേഷ്യൻസ്, ക്ഷമ. കഴിഞ്ഞ ദിവസം സ്വാമിയുടെ തൃപ്പാദത്തിൽ മെർജ് ചെയ്ത വൈദ്യലിംഗ ശർമ്മ സാറ് ക്ഷമയാണത്രേ നമുക്ക് ഏറ്റവും കുറവെന്ന് പറയാറുണ്ട്. ഒരു നല്ല കാര്യം ചെയ്യാം, അമ്പലത്തിൽ പോയി ഒരു വഴിപാട് കഴിച്ചാൽ, പുഷ്പാഞ്ജലി കഴിച്ചാൽ ഉടനെ നമുക്ക് അതിന്റെ പ്രതിഫലം വേണം, റിസൾട്ട് വേണം. സ്വാമിയുടെ ഒരു വർക്ക് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അതിന്റെ ഫലം വേണം. ക്ഷമയില്ല എന്ന് സ്വാമി പറയാറുണ്ട്. ശർമ്മ സാർ പറയുന്ന ഒരു ഉദാഹരണം ഉണ്ട്. ഒരു കുട്ടി ചെറിയ 5 or 6 വയസ്സുള്ള ഒരു കുട്ടി ചെടി നട്ടിട്ട് ഈ കുട്ടി ഡെയിലി ചെടി പറിച്ചു നോക്കും. എല്ലാ ദിവസവും സ്കൂളിൽ വിട്ട് വന്നായി ചെടി പറിച്ചു നോക്കി. എന്തിനാണെന്നറിയോ? ആ ചെടിക്ക് വേര് വന്നു നോക്കാനായിട്ട്. ഭഗവാൻ പറയാണ്, ക്ഷമയാണ് വേണ്ടത്. അചഞ്ചലമായ വിശ്വാസവും വിനയവും കാത്തു നിൽക്കാനുള്ള ക്ഷമയും നിനക്കുണ്ടെങ്കിൽ സ്വാമി പറഞ്ഞു, നിന്റെ ഭക്തി ശരിയായ ദിശയിലാണ്. അടയാളങ്ങൾ സ്വാമി തരുന്നുണ്ട്, നമ്മുടെ ഭക്തി ശരിയാണോ എന്ന് നോക്കാനായിട്ട്. ഭഗവാന് നമ്മളെ ശ്രദ്ധിക്കുന്നത് പോലെ ഒരംശമെങ്കിലും ഭഗവാന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് ഭഗവാന് സൗകര്യമായിരിക്കും. സ്വാമി ആ കാലത്തെല്ലാം പ്രൊഫസർ കസ്തൂരി മാത്രമേ അവിടെ സ്റ്റാഫ് പോലെ സനാൻ സാരഥി അയക്കണമെങ്കിൽ പോസ്റ്റ് ഓഫീസില് സ്വാമിയുടെ ബാക്കിയുള്ള പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ട്രാൻസ്ലേഷൻ ചെയ്യാനായിട്ട് കസ്തൂരി മാത്രമേ ഉള്ളൂ. ഇപ്പൊ സ്വാമി എപ്പോഴും കസ്തൂരി എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം കസ്തൂരിയുടെ അമ്മ പറയാണ്, ഇവന് സുന്ദരമായ പേരിട്ട് എത്ര നന്നായി, കസ്തൂരി എന്ന് പേരിട്ടത് എത്ര നന്നായി, സ്വാമിക്ക് വിളിക്കാൻ എന്ത് എളുപ്പ, കസ്തൂരി പെട്ടെന്ന് വിളിക്കാലോ. സ്വാമി അമ്മ പറയാണ്, ഞാനൊരു വലിയ പേരിട്ടിരുന്നെങ്കിൽ സ്വാമിക്ക് എന്ത് ബുദ്ധിമുട്ടായേനെ. ഞാനൊരു വലിയ പേരിട്ടിരുന്നെങ്കിൽ അവനെ വിളിക്കാനായിട്ട്, കസ്തൂരി എന്ന് വേറെ ഒരു പേര് വിളിക്കാനായിട്ട് ഭഗവാന് എത്ര ബുദ്ധിമുട്ടായിരുന്നു. സ്വാമിയുടെ ഇച്ഛ, സ്വാമിയുടെ സൗകര്യം, സ്വാമിയുടെ സുഖം ഭഗവാൻ കാണിച്ചു തരികയാണ് നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെയായിരിക്കണമെന്ന്. കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടപ്പോ സ്വാമിയുടെ അടുത്ത് വരുന്ന ഒരു ശിവയോഗി മഹാരാജ് ഉണ്ട്. ശിവയോഗി മഹാരാജ് ഏതാണ്ട് 21 വർഷം അദ്ദേഹം ഇങ്ങനെ ജപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സ്വാമിയുടെ അടുത്ത് വന്നപ്പോൾ സ്വാമി പറഞ്ഞു, എനിക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ശിവത്തിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ സ്വാമി ഇങ്ങനെ ജപിച്ച് അദ്ദേഹത്തിന്റെ വിരലുകളൊക്കെ ഇങ്ങനെ മടങ്ങിപ്പോയി. വിരലുകളൊക്കെ നിവർത്താൻ പറ്റാതെയായി. വിരലുകളൊക്കെ ഇങ്ങനെ ചുരുണ്ടുപോയി. കൈ മടക്കി പിടിക്കുന്ന പോലെയായി. സ്വാമിയുടെ അടുത്ത് വന്നു. സ്വാമി പറഞ്ഞു, എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. സ്വാമി ഓരോ വിരലായിട്ട് നിവർത്താൻ തുടങ്ങി. ഈ കയ്യിന്റെ ഓരോ വിരലായിട്ട് ഭഗവാൻ നിവർത്തിയിട്ട് സ്വാമിയുടെ 2 ദിവ്യഹസ്തങ്ങളിലും മുകളിലും താഴെയായിട്ട് ആ കൈ കുറച്ചു നേരം സ്വാമി ഇങ്ങനെ തലോടി കൊടുക്കുകയാണ്. അത് പറഞ്ഞ ആളതിന്റെ താഴെ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്. ആ വാചകം സുന്ദരാണ്. ശിവയോഗി മഹാരാജിന്റെ കൈ വിരലുകൾ മടങ്ങിപ്പോയത് ഭഗവാനോടുള്ള സ്നേഹം കൊണ്ടാണ്. ഭഗവാൻ എങ്ങനെ വിചാരിച്ച് ജപിച്ചാണ് വിരലുകൾ ഇങ്ങനെ മടങ്ങിപ്പോയത്. സ്വാമി വിരലുകൾ നിവർത്തി കൊടുത്തത് സ്വാമിക്ക് ശിവയോഗിയോടുള്ള സ്നേഹം കൊണ്ടാണ്. 2 സ്നേഹവും കൂടിച്ചേരുകയാണ്. ഭക്തന് ഭഗവാനോടുള്ള പ്രേമവും ഭഗവാന് ഭക്തനോടുള്ള പ്രേമവും, രാധയും കൃഷ്ണനും അതൊക്കെ അവിടെ മീരയും കൃഷ്ണൻ അങ്ങനെ സംഭവിച്ചത്. ഭഗവാനോടുള്ള പ്രേമം ഹൃദയത്തിൽ നിറയുന്ന സമയത്ത് എത്ര തവണ സ്വാമി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നീ എന്നെ ചിന്തിച്ചാൽ ഉടനെ ഞാൻ നിന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. നീ എന്നെ ചിന്തിക്കുമ്പോ ഞാൻ നിന്നെ ചിന്തിക്കും. കാരണം എന്താണെന്നറിയോ? സ്വാമി അതിന്റെ കാരണം വേറൊരിക്കൽ പറഞ്ഞു തന്നു. സ്വാമി പറഞ്ഞു, നീ എന്നെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ എന്റെ സങ്കല്പം വേണം. സ്വാമിയെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ പോലും സ്വാമിയുടെ സങ്കല്പം വേണം. സ്വാമിയുടെ ഒരു പ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിൽ സ്വാമിയുടെ സങ്കല്പം വേണം. സ്വാമിയുടെ ഒരു സത്സംഗത്തിൽ പങ്കെടുക്കണമെങ്കിൽ സ്വാമിയുടെ സങ്കല്പം വേണം. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്. ഭഗവാൻ വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ ശിവയോഗിയോടുള്ള ഭഗവാന്റെ പ്രേമവും ശിവയോഗിക്ക് ഭഗവാനോടുള്ള പ്രേമവും കൂടിച്ചേർന്നത് ആ സുന്ദര നിമിഷം ആ വീഡിയോയിൽ കാണാൻ സാധിക്കും.
സാധാരണ നമ്മൾ പറയാറുണ്ട് സംശയാത്മാ വിനശ്യതി, സംശയമുള്ളവർ നശിച്ചു പോകും. എന്തായി സംശയം? ഭഗവാൻ പറയണ സംശയം എന്ന് പറഞ്ഞാൽ വെറും സംശയം മാത്രമല്ല, ഇൻഡിസൈസീവ്നെസ്, തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇത് വേണോ അത് വേണോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. കുരങ്ങന്മാര് മാമ്പഴമൊക്കെ ഉള്ള മരത്തമ്മ കയറി കഴിഞ്ഞാൽ ഒരു മാമ്പഴം പൊട്ടിക്കാൻ നോക്കുമ്പോൾ ഇത് വേണ്ട മറ്റത് മുറയും കൂടി ചാടും. അത് പൊട്ടിക്കാൻ നോക്കുമ്പോൾ ഇത് വേണ്ട മറ്റത് ചാടിക്കൊണ്ടിരും. മനസ്സ് അങ്ങനെയാണ്. തീരുമാനമെടുക്കാൻ മനസ്സിന് കഴിവില്ലാത്തത് സംശയമാണത്രേ. അതും സംശയത്തിന്റെ ഭാവമാണ്. സ്വാമിയുടെ ലക്ഷ്യം നമുക്കറിയാം. സ്വാമിയുടെ ബർത്ത്ഡേ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ സ്വാമിയുടെ 100ാമത്തെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ പ്രസന്റിനെ കുറിച്ച് ആലോചിച്ച് നോക്കും. സ്വാമിക്ക് ഒന്ന് മാത്രം മതി, നമ്മുടെയൊക്കെ ട്രാൻസ്ഫർമേഷൻ മാത്രമാണ്. ഈ കഥയൊന്ന് ശ്രദ്ധിക്കാം. ഒരാളിൽ കുറെ വലിയ പാത്രങ്ങളുണ്ട്. ഈ വലിയ പാത്രങ്ങൾ മുഴുവൻ ഇങ്ങനെ ക്ലാവ് ബാധിച്ചിട്ട് കഴുകാതെ വൃത്തിയാകാതെ തുരുമ്പുണ്ട്, ആകെ ചളി പിടിച്ചിരിക്കുകയാണ്. ഈ പാത്രങ്ങൾ കൊണ്ട് അദ്ദേഹം ഒരാളുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ഈ പാത്രങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി തരാമോ? അതേപോലെ ഞാൻ വൃത്തിയാക്കി തരാം. എത്ര സമയം വേണം? 40 ദിവസം വേണം. ഇപ്പൊ 40 ദിവസങ്ങൾ ഈ പാത്രം നന്നാക്കാൻ കൊടുക്കാൻ ഇദ്ദേഹത്തിന് മനസ്സില്ല. വേറൊരാളോട് ചോദിച്ചു, എത്ര ദിവസം കൊണ്ട് നന്നാക്കി തരാം? 1 ദിവസം കൊണ്ട് നന്നാക്കി തരാം. സന്തോഷമായി. 1 ദിവസം കൊണ്ടൊക്കെ നന്നാക്കി കിട്ടില്ല. എന്ത് ചെയ്തു എന്ന് പറയാതെ കുറേ തീയിട്ടിട്ട് ആ പാത്രങ്ങളൊക്കെ ആ തീയിലേക്ക് ഇട്ടു. ഓഫ്കോഴ്സ് ചളിയെല്ലാം കത്തിപ്പോയി, പക്ഷെ ആ പാത്രം പിന്നെ ഉപയോഗിക്കാൻ പറ്റാതെയായി. സ്വാമി പറയുകയാണ്, ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് വളരെ സ്ലോ ആണ്. വളരെ പതുക്കെ 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 എവറസ്റ്റ് കയറി പോകുന്നത് പോലെ ഈ മാറ്റത്തിന്റെ പ്രയത്നവും മുന്നോട്ടുള്ള പ്രയാണം സ്ലോ ആണെങ്കിൽ സ്റ്റഡി ആയിരിക്കണം. ഈ പ്രയാണം ട്രാൻസ്ഫോർമേഷൻ പതുക്കെയാണെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണമെന്ന് ഭഗവാൻ സൂചിപ്പിക്കുന്നുണ്ട്. എന്താ ഈ ട്രാൻസ്ഫോർമേഷൻ? ഭഗവാൻ പറയാണ്, നമ്മള് പുറത്തു നരച്ച മുടിയല്ല, നരൻ. പുറത്ത് നരൻ, മനുഷ്യരൂപം. അകത്ത് വാനരൻ, അകത്ത് കുരങ്ങന്റെ സ്വഭാവം. പുറത്ത് നരൻ, അകത്ത് വാനരൻ. സ്വാമി പറഞ്ഞു, വാനരനെ നരനാക്കിയിട്ട് നരനെ നാരായണനാക്കലാണത്രേ ഭഗവാന്റെ അവതാര ലക്ഷ്യം. വാനരനെ നരനാക്കിയിട്ട്, മൃഗത്തിനെ മനുഷ്യനെ പോലെ ആക്കിയിട്ട്, മൃഗീയ സ്വഭാവത്തിൽ നിന്ന് മാറ്റി മനുഷ്യന്റെ സ്വഭാവത്തിലാക്കിയിട്ട്, മനുഷ്യന്റെ സ്വഭാവം മാറ്റി ഈശ്വര ഭാവത്തിലേക്ക് ഉയർത്തല. വാനരനെ നരനാക്കി നരനെ നാരായണ സ്റ്റേജിലേക്ക് എത്തിക്കുക. ആ സമയത്ത് സ്വാമി ഈ നാരായണ സ്റ്റേജ് എന്താന്ന് പറഞ്ഞു. ബലൂൺ പൊട്ടിയിട്ട് ബലൂണിലുള്ള വായു ആകെയുള്ള വായുവായിട്ട് കൂടിച്ചേരുന്നില്ലേ? പുഴ സമുദ്രത്തിൽ കൂടിച്ചേർന്ന സമുദ്രത്തിന്റെ ഭാഗമായി തീരുന്നില്ലേ? അതുപോലെ നാരായണ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈശ്വരനുമായിട്ട് അങ്ങോട്ട് സംഗമിക്കുക. എനിക്ക് ഒറ്റയ്ക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഇല്ല, ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ഭാവം ഭഗവാൻ പറയുന്നത്. നാരായണ സ്റ്റേറ്റിൽ എല്ലാവരും എത്തിക്കലാണത്രേ മാനവനെ മാധവനാക്കുക എന്നൊക്കെ സ്വാമി പറഞ്ഞു തന്നത് ഈ സമയത്ത് പ്രസക്തമാണ്. ഇതിലേക്കുള്ള ഏറ്റവും വലിയ തടസ്സം എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഇതിലേക്കുള്ള ഏറ്റവും വലിയ തടസ്സം നമ്മുടെ ഈഗോ ആണത്ര, ഞാൻ എന്നുള്ള കാരണം പുഴ സമുദ്രത്തിനോട് ചേരണമെങ്കിൽ പുഴയുടെ എല്ലാം പുഴ ഉപേക്ഷിക്കണം. തൊട്ട് താഴെ ഒഴുകുന്ന ആലുവ പുഴ, പെരിയാറ് അറബിക്കടലിൽ ചേരണമെങ്കിൽ പിന്നെ പെരിയാറ് എന്നുള്ള പേരടക്കം ഉപേക്ഷിക്കണം. പിന്നെ പെരിയാറില്ല, പിന്നെ അറബിക്കടൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ നാരായണ സ്റ്റേറ്റിൽ എത്തുമ്പോ പിന്നെ ഒന്നുമില്ല, നാരായണ സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ എന്ന് ഭഗവാൻ സൂചിപ്പിക്കുന്നത്. ഇവിടെയാണ് ഈഗോ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാൻ എന്നുള്ള ഭാവമാണത്രേ ഇതിന് ഏറ്റവും വലിയ തടസ്സവും. സ്വാമി പറയുന്ന ഒരു ഉദാഹരണം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്.
ഗംഗാ നദി ഒഴുകി വരികയാണ്. ഗംഗാ നദി ഒഴുകി വരുമ്പോ ഗംഗാ നദി വലിയ വലിയ മരങ്ങളെയൊക്കെ പിടിച്ചിങ്ങനെ കടയോടെ കൊണ്ടുവരുന്നുണ്ട്. ഇത് കണ്ടപ്പോ സമുദ്രം ഗംഗാ നദിയോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടെന്ന് ഭഗവാൻ പറയുന്നു. സമുദ്രം ചോദിച്ചു, എന്താ നീ വലിയ വലിയ മരങ്ങളെ കൊണ്ടുവരുന്നേ? ചെറിയ മരങ്ങൾ ചെടികളൊന്നും നീ കൊണ്ടുവരുന്നില്ലല്ലോ. ഗംഗാനദി പറഞ്ഞു അത്രേ, സമുദ്രത്തിനോട് പറയുകയാണ്, ഞാൻ ഈ ഒഴുകി വരുമ്പോ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് വലിയ മരങ്ങൾ ഇങ്ങനെ നിൽക്കും. ആ മരങ്ങളെ വേരോടെ ഞാൻ പറിച്ചു കൊണ്ടുവരും. ഞാൻ ഒഴുകി വരുമ്പോ ചെറിയ ചെടികൾ മരങ്ങളൊക്കെ അങ്ങനെ തല കുനിച്ചു തരും എനിക്ക് ഒഴുകാൻ വേണ്ടി. അവരെ ഞാൻ ഒന്നും ചെയ്യില്ല. വിനയം. മറ്റത് അഹങ്കാരം. അഹങ്കാരം വരുമ്പോഴാണത്രേ കടയോടെ പറിച്ചു കൊണ്ടുപോണത്. അതുപോലെയാണത്രേ ഭഗവാൻ പറയുന്നു, ഈ അഹങ്കാരമാണത്രേ ഈ യാത്രയിൽ ഏറ്റവും അധികം പ്രോബ്ലം ഉണ്ടാക്കുന്നത്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ സാധനയുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാറുണ്ട്. ഒരാൾ ഈശ്വരനോട് കംപ്ലൈന്റ് പറയാണ്, ഈശ്വര എത്ര അമ്പലത്തിലാ ഞാൻ വരണത്, എത്ര നേരാ ഞാൻ നാമം ജപിക്കുന്നത്, എന്റെ നൈബർ അയൽപക്കത്ത് താമസിക്കുന്ന ആൾ ഇതൊന്നുമില്ല, ആൾ അമ്പലത്തിലും പോണില്ല, നാമം ജപിക്കുന്നുമില്ല, പക്ഷെ ആൾക്ക് എന്താ അനുഗ്രഹം, ഞാൻ ഈ അമ്പലത്തിൽ പോയിട്ട് നാമം ജപിച്ചിട്ട് എനിക്ക് യാതൊരു അനുഗ്രഹവും ഇല്ലല്ലോ എന്നോ ഈശ്വരനോട് കംപ്ലൈന്റ് പറഞ്ഞപ്പോ ഈശ്വരൻ കൊടുത്ത മറുപടി നമുക്ക് എല്ലാവർക്കും ഉള്ള മറുപടിയാണ്. ഈശ്വരൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്കണ സമയത്ത് നീ എന്നിൽ മാറ്റം ഉണ്ടാക്കാനാ ശ്രമിക്കണം. ഈശ്വര അത് ചെയ്യണം, സ്വാമി അത് ചെയ്തു തരണം, സ്വാമി ഇത് ചെയ്തു തരണം, സ്വാമി അത് അങ്ങനെ ആക്കി തരണം, സ്വാമി ഇങ്ങനെ ആക്കി തരണം. നീ സ്വാമി പറയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്നിൽ മാറ്റം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്, ഇത് പോരാ സ്വാമി ഇങ്ങനെ വേണം, എന്നിൽ മാറ്റം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് ഭഗവാൻ പറയുന്നു. തിരിച്ച് ആ കഥ ഇങ്ങനെയാ പോണത്. ഈശ്വരൻ പറയാണ് അദ്ദേഹത്തിനടുത്ത്, നിന്റെ നൈബർ ഉണ്ടല്ലോ, അയൽപക്കത്ത് താമസിക്കുന്ന ആള് എന്നോടൊന്നും ആവശ്യപ്പെടാറില്ല, അവൻ ആകെ കൂടി പറയുന്നു അവന് മാറ്റം ഉണ്ടാവണം, സ്വാമി ഞാൻ നല്ലവനാവണം, ഈശ്വര ഞാൻ നല്ലവനാവണം, അതുകൊണ്ടാണ് അവൻ അനുഗ്രഹം കൂടുതലുള്ളത്. ഇപ്പൊ നമ്മൾ സ്വാമിയോട് എന്താ ചോദിക്കണ്ടേ എന്നുള്ളതിന് വളരെ ക്ലിയറാണ്. സ്വാമി എൻ്റെ കൂടെ ഉണ്ടാവണം, അല്ല എന്നെ ഭഗവാന്റെ കൂടെ നിർത്തണം, കൈ പിടിച്ച് കൊണ്ടുപോകണം. അല്ലാതെ സ്വാമി അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് ഓർപ്പിക്കേണ്ട ആവശ്യമില്ല. സ്വാമിയിൽ മാറ്റം ഉണ്ടാക്കലല്ല ലക്ഷ്യം, സ്വാമി അനുഗ്രഹം കൊണ്ട് നമ്മളിൽ മാറ്റം ഉണ്ടാക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. കബീർദാസിന്റെ സുന്ദരമായൊരു ദോഹയുണ്ട്, അതിസുന്ദരമാണ്, ഗഹനമാണത്. സന്ത് കബീർ പറയാണ്, തുണി അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. തുണി ക്ലോത്ത് ആരെ അന്വേഷിക്കണേന്നറിയോ? പഞ്ഞി എവിടെയാന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തുണി പഞ്ഞി എവിടെയാന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സമുദ്രത്തിലെ തിരമാലകള് സമുദ്രം എവിടെയാന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തുണി മനസ്സിലാക്കുന്നില്ല ഞാൻ തന്നെയാണ് പഞ്ഞി എന്ന് മനസ്സിലാക്കുന്നത്, എൻ്റെ ഉള്ളിൽ പഞ്ഞിയാണ് മനസ്സിലാക്കുന്നില്ല. തിരമാല മനസ്സിലാക്കുന്നില്ല, ഞാൻ ഈ വരുന്നത് മുഴുവൻ സമുദ്രത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കുന്നില്ല, ഞാൻ സമുദ്രത്തിലാണ് എന്ന് തിരമാല മനസ്സിലാക്കുന്നില്ല, എൻ്റെ ഉള്ളിൽ മുഴുവൻ പഞ്ഞിയാണെന്ന് തുണി മനസ്സിലാക്കുന്നില്ല. കബീർദാസ് പറയാണ്, അതുപോലെയാണ് മനുഷ്യ, നിന്റെ ഉള്ളിൽ നീ ഈശ്വരനാണ്, നീ ഈശ്വരനിലാണ്, നീ മനസ്സിലാക്കുന്നില്ല. അതിസുന്ദരമായ കബീർദാസിന്റെ ഉദാഹരണമാണിത്. തുണി പഞ്ഞി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, തൻ്റെ ഉള്ളിൽ പഞ്ഞിയാന്ന് മനസ്സിലാക്കുന്നില്ല. തിരമാലകൾ സമുദ്രത്തിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, താൻ സമുദ്രത്തിലാണെന്ന് മനസ്സിലാക്കുന്നില്ല. അതുപോലെയാണ് അത്ര നമ്മുടെ സ്വാമി അകത്തുണ്ട്, പക്ഷെ ഈശ്വരൻ എവിടെയാണെന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രേ. ഭഗവാൻ പറയാണ്, ഈ സമയത്ത് പ്രത്യേകിച്ച് അതിന് പ്രാധാന്യമുണ്ട്. ഒരു ഓപ്പർച്യൂണിറ്റി പോലും വിട്ടുകളയരുത്, ഒരവസരം പോലും വേണ്ടാന്ന് വെക്കരുത്, ഒരവസരം പോലും വെറുതെ കളയരുത്. ഭഗവാൻ ഉദാഹരണം പറയുന്നുണ്ട്. ഒരു സ്ഥലത്ത് വലിയൊരു പിശുക്കൻ ഉണ്ടായിരുന്നു, വലിയ പിശുക്കൻ. ആ പിശുക്കന് ഒരുപാട് നല്ല സമ്പത്തുണ്ട്. അന്ന് ബാങ്ക് ഇതൊന്നും ലോക്കറൊന്നുമില്ല. ഈ പിശുക്കൻ തന്റെ സമ്പാദ്യം മുഴുവൻ വീടിന്റെ പുറകിലെ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടു. അയൽവാസി ഇത് കണ്ടു.
പിശുക്കൻ ഉറങ്ങേണ്ട സമയത്ത് അയൽവാസി എടുത്തുകൊണ്ടുപോയി. തന്റെ ധനം മുഴുവൻ പോയപ്പോ പിശുക്കന് സഹിക്കാൻ പറ്റുന്നില്ല. ഗുരുവായൂർ അമ്പലത്തിലെ ശയനപ്രതിഷ്ഠം പോലെ പിശുക്കൻ കിടന്നിങ്ങനെ ഉരുളുകയാണ് മണ്ണി കിടന്ന്. ആ സമയത്ത് ആർക്കൊണ്ട് സന്യാസി പോകുന്നുണ്ട്, സന്യാസി ശ്രേഷ്ഠൻ മഹർഷി പോകുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ കരച്ചിൽ കണ്ട് അകത്ത് വന്നിട്ട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയണത്? എന്റെ പൈസ മുഴുവൻ അതിലെടുത്തുകൊണ്ടേ. ആരും എടുത്തുകൊണ്ടേ, അത്രേ അറിയുള്ളൂ. എന്റെ പൈസ മുഴുവൻ ആരും എടുത്തു കൊണ്ടുപോയി. അപ്പൊ ഈ മഹർഷി ചോദിക്കുകയാണ്, ഈ പൈസ നിങ്ങൾ എപ്പോഴെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ഈ പൈസ എപ്പോഴെങ്കിലും നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? അപ്പൊ ഇദ്ദേഹം പറയാണ്, ഇല്ല, ഞാൻ എന്നും നോക്കിക്കൊണ്ടിരിക്കാറേ ഉള്ളൂ. എൻ്റെ കയ്യിൽ എത്ര പൈസയാണ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാറേ ഉള്ളൂ, ഞാൻ ഒന്നും ഉപയോഗിക്കാറില്ല. ആ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്, ഉപയോഗിക്കാത്തതെല്ലാം നഷ്ടാവും, ഉപയോഗിക്കാത്തതെല്ലാം നഷ്ടാവും. ഉദാഹരണം, നമ്മൾ പച്ചക്കറി മേടിച്ചു വെച്ചു, ഒരാഴ്ച ഉപയോഗിച്ചില്ല, അടുത്ത ആഴ്ചക്ക് നഷ്ടപ്പെട്ടു. ഫ്രൂട്ട്സ്, പഴം മേടിച്ചു വെച്ചു, അടുത്ത ആഴ്ചക്ക് ചീഞ്ഞു പോവും. ഉപയോഗിക്കാത്തതെല്ലാം, ഒരു അൽമാരി മേടിച്ചിട്ട് മരത്തിന്റെ, കുറെ കാലമായിട്ട് ഉപയോഗിച്ചില്ല, ചിതല് പിടിച്ചു തുടങ്ങി. കാറ് മേടിച്ചു, കുറെ കാലമായിട്ട് ഓടിച്ചിട്ടില്ല, ബാറ്ററി ഒക്കെ ഡൗൺ ആയി. അതുകൊണ്ടാണ് മഹർഷി പറഞ്ഞു കൊടുത്തത്, ഉപയോഗിക്കാത്തതെല്ലാം നഷ്ടമാകും. ഇപ്പൊ സ്വാമി തന്ന അവസരങ്ങള് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് നഷ്ടമാകും എന്ന് ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്വാമി പറഞ്ഞത്, ഒരവസരം പോലും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ സുന്ദരമായൊരു ഉദാഹരണം ഭഗവാൻ പറഞ്ഞു. നമുക്ക് നിരാശ ഉണ്ടാവുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ് നമുക്ക് ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാവുന്നത്? എന്താ സ്വാമി ഇങ്ങനെ എന്താ സ്വാമി അങ്ങനെ ചെയ്യാത്തത്? എന്താ ഭഗവാൻ ഇങ്ങനെ ചെയ്തത്? ഈ തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കാൻ, ഇങ്ങനെ വരാതിരിക്കാൻ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് സ്വാമി 3 ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഭഗവാൻ പറയാണ്, ഒരാൾ പുട്ടപർത്തിയിൽ നിന്ന് തിരിച്ചു പോവാണ്, ഇന്ന് തിരിച്ചു പോവാണ്. അദ്ദേഹം സ്വാമിയോട് പ്രാർത്ഥിക്കാൻ, സ്വാമി ഞാൻ ഇന്ന് വൈകുന്നേരം തിരിച്ചു പോകണം, അതുകൊണ്ട് കാലത്ത് എനിക്ക് ഇന്റർവ്യൂ തരണം സ്വാമി, വൈകുന്നേരം ട്രെയിനിന്റെ സമയമാവും. ഇന്ന് കാലത്ത് തന്നെ എനിക്ക് സ്വാമി ഇന്റർവ്യൂ തരണം, കാരണം ഞാൻ ഇന്ന് വൈകുന്നേരം തിരിച്ചു പോവാൻ. രണ്ടാമത്തെ ആൾ എന്താ പ്രാർത്ഥിച്ചതെന്നറിയാം, സ്വാമി എനിക്ക് കാലത്ത് പോണം, അതുകൊണ്ട് സ്വാമി കാലത്ത് നേരത്തെ തന്നെ ദർശനം തരണം. എനിക്ക് നേരത്തെ പോണം, അതുകൊണ്ട് സ്വാമി എനിക്ക് നേരത്തെ വരണം സ്വാമി കാലത്ത് ദർശനം നേരത്തെ തരണം. മൂന്നാമത്തെ ആളെ കുറിച്ച് ഭഗവാൻ പറയണം. മൂന്നാമത്തെ ആള് പറഞ്ഞത്, സ്വാമിയുടെ എല്ലാ അനുഗ്രഹവുമായിക്കൊണ്ട് ഞാൻ ഇങ്ങനെ ദർശനവും ചോദിച്ചില്ല, ഇന്റർവ്യൂവും ചോദിച്ചില്ല, ഒന്നും അദ്ദേഹം ആകെ പ്രാർത്ഥിച്ചു, സ്വാമി ഭഗവാന്റെ അനുഗ്രഹവുമായിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ്, എപ്പോഴും കൂടെ ഉണ്ടാവണേ. ദർശനം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് കുഴപ്പമില്ല, ഇന്റർവ്യൂ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, എന്റെ സ്വാമി എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. സ്വാമി ചോദിക്കുകയാണ്, നിരാശയ്ക്ക് ആരാണ് ഉത്തരവാദി? ഇന്ന് കാലത്ത് തന്നെ ഇന്റർവ്യൂ വേണമെന്ന് വിചാരിച്ചത് കൊണ്ടല്ലേ നിരാശ ഉണ്ടായത്? കാലത്ത് ഞാൻ പോകുന്നതിന് മുമ്പ് ദർശനം തരണം എന്ന് വിചാരിച്ചത് കൊണ്ടല്ലേ നിരാശ ഉണ്ടായത്? ഭഗവാൻ പറയണം, ഇതാണത്രേ കാരണം. ഡിസപ്പോയിന്റ്മെന്റ് വരുന്നത് നമ്മളെ നമ്മളെ ചോയ്സ് ആണ്. നമ്മൾ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണത്രേ നമുക്ക് നിരാശ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് സ്വാമി പറഞ്ഞത്, ഒന്ന് മാത്രം ചോദിച്ചാൽ മതി, സ്വാമി മാത്രം ചോദിച്ചാൽ മതി, സ്വാമി മാത്രം മതി എന്ന് പറഞ്ഞാൽ മതി. ഭഗവാൻ പറയുന്ന നേരത്തെ എവിടെയൊക്കെയോ പറഞ്ഞ ഉദാഹരണങ്ങളുണ്ട്. അമ്മ അടുക്കളയിൽ പണിയെടുക്കുകയാണ്, കുഞ്ഞ് താഴേന്ന് അകത്തിരുന്ന് കളിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് കരയാൻ തുടങ്ങി. അമ്മ കുഞ്ഞിൻ്റെ അടുത്ത് വന്നൊരു കളിപ്പാട്ടം കൊടുത്തു. 10 മിനിറ്റ് ആ കളിപ്പാട്ടം വെച്ച് കളിച്ചു. കുഞ്ഞ് വീണ്ടും കരയാൻ തുടങ്ങി. അമ്മ വന്ന് വേറൊരു കളിപ്പാട്ടം കൊടുത്തു. വീണ്ടും ഒരു 10 മിനിറ്റ് കളിച്ചുകൊണ്ട് വീണ്ടും കരയാൻ തുടങ്ങി. മൂന്നാം വേറൊരു കളിപ്പാട്ടം കൊടുത്തു. കുറച്ചു നേരം 4-5 മിനിറ്റ് കളിച്ചു. ഈ കളിപ്പാട്ടങ്ങളെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് പോവുകയാണ്. സ്വാമി പറയാണ്, ഈ ജീവിതത്തിലെല്ലാം കളിപ്പാട്ടങ്ങളാണ്. നമ്മുടെ ജോലി, ഇതെല്ലാം കളിപ്പാട്ടങ്ങൾ പോലെയാണ്. ഒന്നും സ്ഥിരമല്ല, ഒന്നും പെർമനന്റ് അല്ല. സ്വാമി മാത്രമേ സ്ഥിരമുള്ളൂ. സ്വാമി ചോദിക്കുകയാണ്, ഇത് മനസ്സിലാക്കിയിട്ട്, ഈ പരമമായ സത്യം മനസ്സിലാക്കിയിട്ട്
സ്വാമിയെ മാത്രം വേണമെന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണ്. പുട്ടപർത്തിയിലെ കുട്ടികളെ പരീക്ഷ ആവുന്ന സമയത്ത് പരീക്ഷയുടെ 1-2 ദിവസം മുമ്പോ സ്വാമി ഇവർക്കെല്ലാം പാദനമസ്കാരം കൊടുക്കാറുണ്ട്. കോഴ്സ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ സ്വാമി അവരുടെ കൂടെ ഫോട്ടോ എടുക്കാറുണ്ട്. പ്രശാന്ത് നിലയത്തിലെ വരാന്തയിലുള്ള ഗണപതിയുടെ അവിടെ ഭഗവാൻ നിൽക്കും. 2 കുട്ടികൾ വരും. ഒരാള് ഒരു ദിവ്യഹസ്തം പിടിക്കും, മറ്റേ മറ്റേ ദിവ്യഹസ്തം പിടിക്കും, ഫോട്ടോ എടുക്കും. 2 പേര് പോകും, അടുത്ത 2 പേര് വരും. ആ 2 പേരെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പോകും. വീണ്ടും 2. സ്വാമിക്ക് മാറ്റമില്ല. സ്വാമി അവിടെ തന്നെ നിൽക്കുകയാണ്, ഗണപതിയുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. കുട്ടികൾ ഇങ്ങനെ ഈ 2 പേര് വെച്ചിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വാമി എത്രയോ തവണ നമുക്ക് കൊടൈക്കനാലും ഒക്കെ സ്വാമി ഇത് പഠിപ്പിക്കാറുണ്ട്. സ്വാമി പറഞ്ഞു, നോക്കൂ, നിങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും, സ്വാമി മാത്രമാണ് പെർമനന്റ്, സ്വാമി മാത്രമാണ് സ്ഥിരമായിട്ടുള്ളത്, നിങ്ങൾ എല്ലാവരും മാറിക്കൊണ്ടിരിക്കും. പരമമായ സത്യം, എന്റെ സ്വാമി മാത്രമാണ് സ്ഥിരമായിട്ടുള്ളത്. ആ സ്ഥിരമായതിൻ്റെ കൂടെ നിൽക്കാനുള്ള മനസാന്നിധ്യം, പ്രാപ്തി, ഇത് നേടലാണ്. സായി മാർഗത്തിലൂടെ നമ്മൾ നേടേണ്ടത്. ആ സ്വാമിയുമായിട്ട് അടുക്കാനുള്ള സ്വാമിയുടെ അനുഗ്രഹം, അത് സ്വാമി നമുക്ക് എല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ സ്വാമി പറഞ്ഞു തന്ന ഓരോ വാക്കും ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാ സഹോദരന്മാർക്കും സ്വാമിയുടെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് സായിരാം. സായിരാം സർ. സായിരാം. സായിരാം. സായിരാം സർ. സായിരാം സർ. സായിരാം. സായിരാം. സായിരാം.